എല്ലാവർക്കും ബഗ് ഹണ്ടിങ് ബ്യൂട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നെറ്റ്വർക്കിൻ്റെ ചെറിയ കൺസെപ്റ്റ്സും കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് TCP ആൻഡ് UDP. TCP പ്രോട്ടോക്കോളും UDP പ്രോട്ടോക്കോളും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളോട് ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന മസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അത് ചെയ്യാമെന്നുള്ളത് പറഞ്ഞത്. ഓക്കെ, സോ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ബെലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. ഓക്കെ, സോ ഇത് ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ ടൈം എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ShaNimz Acadmey എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ക്ലാസ്സിന് ഇപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ടൈം എടുക്കുന്നത് കേട്ടോ. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഈ വീഡിയോസ് പബ്ലിഷ് ചെയ്യാം. സോ TCP ആൻഡ് UDP ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നതാണ് TCP എന്ന് വെച്ചാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ഞാൻ ഒരു നോട്ട് പാഡ് ഒന്ന് എടുക്കട്ടെ. TCP സ്റ്റാൻഡ്സ് ഫോർ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ഇത് രണ്ട് ഡിവൈസുകൾ അല്ലെങ്കിൽ രണ്ട് നെറ്റ്വർക്കുകൾ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, അവരുടെ കണക്ഷൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുന്നത്, അവരെങ്ങനെയാണ് ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യണമെന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് എന്ത്, ഒരു പ്രോട്ടോകോൾ ആണ് എന്ത്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ഇതിൽ TCP ഒരു ഫ്ലാഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ പെർട്ടിക്കുലർ കണക്ഷൻ്റെ സ്റ്റേറ്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു ഫ്ലാഗ് കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. TCPയുടെ ഫ്ലാഗുകൾ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് 6 ഫ്ലാഗുകളാണ് വരുന്നത്. SYN, ACK, PSH, URG, FIN, RST. ഓക്കെ, SYN എന്ന് പറയുകയാണെങ്കിൽ സിൻക്രണൈസ് എന്ന് വെച്ചാൽ രണ്ട് ഹോസ്റ്റുകൾ തമ്മിൽ കണക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാം. ഓക്കെ, ഇനീഷ്യേറ്റ് ദി കണക്ഷൻ, അതാണ് SYN കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ACK എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പാക്കറ്റ് റിസീവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കണക്ഷൻ റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താക്കും, തിരിച്ചൊരു അക്നോളജ്മെന്റ് ആയിട്ട് നമുക്കിപ്പോൾ നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്കൊരു റെസിപ്റ്റ് കിട്ടുമല്ലോ, അതേപോലെ തന്നെ തിരിച്ചൊരു അക്നോളജ്മെന്റ് ആയിട്ടായിരിക്കും എന്താണ് ACK എന്ന് പറയുന്നത്. PSH എന്ന് പറയുകയാണെങ്കിൽ പുഷ് എന്ന് വെച്ചാൽ ബഫേർഡ് ഡാറ്റാസ് ഒക്കെ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സെൻഡ് ചെയ്യണം. സെൻഡ് ഓൾ ബഫേർഡ് ഡാറ്റ. നിങ്ങൾക്ക് ഇപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവണമെന്നില്ല. ഞാൻ ഇതിന് ഈ ഡാറ്റ ഫ്ലാഗുകളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടൂൾ ഉണ്ട്. അപ്പോൾ ആ ടൂള് പെർഫോം ചെയ്യുമ്പോൾ, ടൂളിൽ വർക്ക് ചെയ്യുമ്പോൾ എന്താക്കാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പം ജസ്റ്റ് ഒന്ന് ഇത് മനസ്സിലാക്കുക, ഇത് ഇന്നതാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സെൻഡ് ഓൾ ബഫേർഡ് ഡാറ്റ ഇമ്മീഡിയറ്റ്ലി. പിന്നെ URG എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ആ ഒരു പാക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ പാക്കറ്റിനുള്ളിലത്തെ ഡാറ്റാസ് എത്രയും പെട്ടെന്ന് തന്നെ പ്രോസസ്സ് ചെയ്യണം. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആ പാക്കറ്റിലെ ഡാറ്റാസിനെ പ്രോസസ്സ് ചെയ്യണം എന്നുള്ളതാണ് അർജന്റ് എന്ന ഫ്ലാഗ് കൊണ്ട് മീൻ ചെയ്യണത്. ഓക്കെ, ഡാറ്റ കണ്ടെയ്ൻഡ് ഇൻ ദ പാക്കറ്റ് ഷുഡ് ബി പ്രോസസ്ഡ് ഇമ്മീഡിയറ്റ്ലി. ആ ഡാറ്റ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്യണമെന്നാണ് URG അല്ലെങ്കിൽ അർജന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. FIN എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരു ട്രാൻസ്മിഷനും നടക്കുന്നില്ല, നോ ട്രാൻസ്മിഷൻ, അല്ലെങ്കിൽ കണക്ഷൻ ക്ലോസ് ചെയ്യുന്നു, അങ്ങനെയാണ് വരുന്നത്. പിന്നെ RST എന്ന് പറയുകയാണെങ്കിൽ റീസെറ്റ് ദി കണക്ഷൻ, ആ കണക്ഷനെ റീസെറ്റ് ചെയ്യണം എന്നുള്ളതാണ് RST എന്ന് പറയുന്നത്. ഇതാണ് 6 ഡിഫറെൻറ്റ് ഫ്ലാഗുകൾ. TCPയിൽ ഫ്ലാഗ് കൺസെപ്റ്റ് ആണുള്ളത്. അപ്പം അതിൽ 6 ഡിഫറെൻറ്റ് ഫ്ലാഗുകളാണ് ഉള്ളത്. ഓക്കെ, പിന്നെ TCPയിൽ തന്നെ എന്താണ് ഒരു 3-way ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതാണ് നിങ്ങളോട് മെയിനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഈ ഫ്ലാഗുകൾ ചോദിക്കും, പ്ലസ് 3-way ഹാൻഡ് ഷേക്ക് എന്താണെന്നുള്ള ചോദിച്ചു എന്ന് വരും ടെക്നിക്കൽ റൗണ്ട് ചോദിക്കുമ്പോൾ. അപ്പം 3-way ഹാൻഡ് ഷേക്ക് എന്ന് പറയുകയാണെങ്കിൽ 3-way ഹാൻഡ് ഷേക്ക് 2 ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റും പിന്നെ എന്ന് പറയുന്നത് കണക്ഷൻ ടെർമിനേഷനും. ഓക്കെ, കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റും കണക്ഷൻ ടെർമിനേഷനും എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് വരുന്നുണ്ട്. കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു
ഇത് ലോക്കൽ സിസ്റ്റം. ഓക്കെ, വേറൊരു സെർവർ മെഷീനും ഉണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ലോക്കൽ മെഷീനും സെർവർ മെഷീനും ഉണ്ട്. ഫസ്റ്റ് തന്നെ ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റിൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ, ലോക്കൽ മെഷീൻ ഒരു സിൻ പാക്കറ്റ് എങ്ങോട്ട് അയക്കും? സെർവറിലോട്ട് അയക്കും. ക്ലിയർ ആയോ? ലോക്കൽ മെഷീൻ ഒരു സിൻ പാക്കറ്റ് സെർവറിലോട്ട് അയക്കും. സെർവർ അത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ, സിൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? കണക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാന്നാണ് അർത്ഥം അല്ലെ? അപ്പൊ ലോക്കലി ഇവിടുന്ന് ഒരു കണക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് സെർവറിലോട്ട് ഒരു കണക്ഷൻ അവിടെ ഇനീഷ്യേറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ ഈ ഒരു പാക്കറ്റ് റിസീവ് ആകുമ്പോൾ സെർവർ എന്താക്കും? തിരിച്ച് കണക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യും. പ്ലസ് എന്താണ്, ഇങ്ങനെ ഒരു പാക്കറ്റ് റിസീവ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു അക്നോളജ്മെന്റും തിരിച്ചയക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ലോക്കൽ മെഷീനിൽ നിന്ന് നമ്മളൊരു കണക്ഷൻ സെർവറിലോട്ട് കൊടുക്കുമ്പോൾ കണക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യണതാണ് ഈ സിൻ പാക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ ഒരു സിൻ പാക്കറ്റ് സെർവറിലോട്ട് റിസീവ് ആയി കഴിഞ്ഞ് തിരിച്ചും എന്തായിരിക്കും? ഒരു സിന്നും ഒരു അക്നോളജ്മെന്റ്, അങ്ങനെ ഒരു പാക്കറ്റ് റിസീവ് ചെയ്തു എന്നുള്ള ഒരു അക്നോളജ്മെന്റ് എന്താക്കും? സെർവർ തിരിച്ച് ലോക്കൽ മെഷീനിലോട്ട് അയക്കും. ക്ലിയർ ആയോ? ഇപ്പൊ ഞാൻ ഒരാൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ കൈ നീട്ടി കഴിഞ്ഞാൽ ആൾക്ക് അത് ഓക്കെ ആണെങ്കിൽ ആള് തിരിച്ചെന്താക്കും? ആള് കൈ നീട്ടും ചെയ്യും. ഹലോ എന്നുള്ളത് നമ്മളോട് സംസാരിക്കും ഇല്ലേ? ആ ഹലോ എന്ന് പറയുന്നത് എന്താ? ആള് ഷേക്ക് ഹാൻഡ് തന്നതിന്റെ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ടൊരു ഷേക്ക് ഹാൻഡ് കൊടുത്തതിന്റെ ഒരു അക്നോളജ്മെന്റ് പോലെയാണ്. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇതിപ്പോ ലോക്കൽ മെഷീൻ സെർവറിലോട്ട് ഒരു കണക്ഷൻ കൊടുത്തു. ഈ സെർവർ എന്താക്കി? ആ കണക്ഷൻ അക്സെപ്റ്റും ചെയ്തു, ഇങ്ങനെ ഒരു കണക്ഷൻ വന്നു എന്നുള്ള അക്നോളജ്മെന്റും കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താക്കും? ലോക്കൽ മെഷീൻ തിരിച്ചൊരു ACK പാക്കറ്റ് അയക്കും. ഏതിലോട്ട്? സെർവറിലോട്ട്. എന്തിനാ? ഇങ്ങനെ ഒരു പാക്കറ്റ് റിസീവ് ആയിട്ടുണ്ടെന്ന ഒരു ACK അക്നോളജ്മെന്റ് തിരിച്ച് സെർവറിലോട്ട് അയക്കും. ഇതാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് 3-way ഹാൻഡ് ഷേക്ക്. ഓക്കെ, ലോക്കൽ മെഷീൻ ആദ്യം ഒരു സിൻ പാക്കറ്റ് സെർവറിലോട്ട് അയക്കും. സെർവർ തിരിച്ച് ഒരു സിൻ പ്ലസ് ACK പാക്കറ്റ് അയക്കും. then എന്താണ്? ലോക്കൽ മെഷീൻ അഗെയിൻ ഒരു ACK പാക്കറ്റ് സെർവറിലോട്ട് അയക്കും. ഇതിപ്പോ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആയെന്ന് വരില്ല. ഇതിനൊരു ടൂൾ ഉണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട്. വയർ ഷാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ. ഇനി കണക്ഷൻ ടെർമിനേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ഒരു ഇമേജ്. കണക്ഷൻ ക്ലോസ് ചെയ്യണമെങ്കിൽ ഇനീഷ്യേറ്റർ റിസീവർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ലോക്കല്, ഇവിടെ സെർവർ, അങ്ങനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ആദ്യം ഇവിടെ കണക്ഷൻ ക്ലോസ് ചെയ്യാനുള്ളത് ഫിൻ പാക്കറ്റ് സെർവറിലോട്ട് അയക്കണം. ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് പിന്നെ ക്ലിക്ക് ആവും. ഓക്കെ, ലോക്കൽ മെഷീൻ എന്താക്കും? കണക്ഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൻ പാക്കറ്റ് സെർവറിലോട്ട് അയക്കും. ഓക്കെ, അപ്പൊ സെർവർ എന്താക്കും? ഇങ്ങനെ ഒരു പാക്കറ്റ് വന്നു എന്നുള്ള ACK തിരിച്ച് ലോക്കലിലോട്ട് അയക്കും. അതിനോടൊപ്പം തന്നെ എന്താക്കും? കണക്ഷൻ ക്ലോസ് ചെയ്യാനുള്ള റിക്വസ്റ്റും തിരിച്ച് ലോക്കലിലോട്ട് അയക്കും. ഓക്കെ, അപ്പോ ലോക്കൽ എന്താക്കും? ലോക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് ലോക്കൽ മെഷീൻ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മെഷീൻ ആയിട്ടോ ഉദ്ദേശിക്കുന്നത്. ലോക്കൽ മെഷീൻ എന്താക്കും? തിരിച്ചൊരു ACK അയക്കും. ഇങ്ങനെ കണക്ഷൻ ക്ലോസ് ചെയ്യുന്നുണ്ടെന്ന് ഒരു അക്നോളജ്മെന്റ്, പാക്കറ്റും റിസീവ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു അക്നോളജ്മെന്റ് ആയിട്ട് ഒരു ACK തിരിച്ച് സെർവറിലോട്ട് അയക്കും. അതോടുകൂടി കണക്ഷൻ അവിടെ ക്ലോസ്ഡ് ആവും. ഇവിടെ ലോക്കൽ ലാസ്റ്റ് ഒരു അക്നോളജ്മെന്റ് അയക്കുമ്പോൾ ഇവിടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്താണ്? അവിടെ കണക്ഷൻ ക്ലോസ് ആവാണ് ചെയ്യണത്. ക്ലിയർ ആയോ? ഈ രണ്ട് ടൈപ്പ് കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റും കണക്ഷൻ ടെർമിനേഷനും നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ TCP എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഹാർട്ട് ഓഫ് ദ ഇന്റർനെറ്റ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. എങ്ങനെയാണ് രണ്ട് ഡിവൈസുകൾ തമ്മിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണത്, കണക്ഷൻ എങ്ങനെയൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുന്നത്, പിന്നെ അതിലെങ്ങനെയാണ് ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യണത്, അങ്ങനെയൊക്കെ ഒരു TCP ഫ്ലാഗ് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് TCPയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് UDP സ്റ്റാൻഡ്സ് ഫോർ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ എന്നാണ് പറയണത്. ഇപ്പം ഇവിടെ ഒരു ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ദാറ്റ് ഈസ് പ്രിമിയർലി യൂസ്ഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ലോ ലാറ്റൻസി ആൻഡ് ലോസ് ടോളറേറ്റിംഗ് കണക്ഷൻ ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ ഓൺ ദി ഇന്റർനെറ്റ്. എന്തെങ്കിലും മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് പറയാം, UDP പ്രോട്ടോകോൾ എന്ന് പറയുകയാണെങ്കിൽ
ഇപ്പൊ നമ്മള് യാ ലൈവ് വീഡിയോസ് കാണുന്നുണ്ടാവൂലേ, ഫേസ്ബുക്കിലൊക്കെ ലൈവ് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ടായിരിക്കും ഇല്ലേ? അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ വിട്ട് വിട്ട് കേൾക്കും ഇല്ലേ? അവരുടെ കണക്ഷൻ വിടുന്നതാണ് അല്ലെ, നെറ്റ്വർക്ക് റേഞ്ച് ശരിയാവാതിരിക്കണതാണ്, ഇന്റർനെറ്റ് കണക്ഷൻ വിട്ടുപോകുന്നതാണ്. അല്ലെങ്കിൽ നമുക്കിപ്പോ വീഡിയോ കോൾ ചെയ്യണം, വാട്സപ്പ് വീഡിയോ കോൾ ചെയ്യണം, അപ്പോഴും നമുക്ക് എന്താക്കാൻ പറ്റും, ഇങ്ങനെ വിട്ട് വിട്ട് കേൾക്കാനായിട്ട് തുടങ്ങും ഇല്ലേ? ചില ടൈമിലും അത് കണക്ഷന്റെ ആ ഒരു റേഞ്ച് കുറഞ്ഞു പോകുന്നതാണ് അല്ലെ? അപ്പൊ അവിടെ യൂസ് ചെയ്യണതാണ് എന്ത്, UDP പ്രോട്ടോകോൾ. ക്ലിയർ ആയോ? റേഞ്ച് കുറവ് വരുന്ന സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് എന്ത്, UDP പ്രോട്ടോകോൾ. ഓക്കെ. ഇപ്പൊ TCP എന്ന് പറയുകയാണെങ്കിൽ അത് സ്ലോ കണക്ഷൻ ആയിരിക്കും, പക്ഷെ എന്താണ്, ഒരു ഫ്ലാഗ് കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് അത് ഈസി ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ആ ഡാറ്റ റിസീവ് ചെയ്യും കംപ്ലീറ്റ് ആയിട്ട്. പക്ഷെ UDP എന്ന് പറയുന്നത് ഫാസ്റ്റ് കണക്ഷൻ ആണ്, പെട്ടെന്ന് തന്നെ കിട്ടും നമുക്ക് അല്ലേ? പക്ഷെ എന്താണ്, ഡാറ്റ ലോസ് ഉണ്ടായിരിക്കും അവിടെ, കാരണം അവിടെ ഫ്ലാഗ് കൺസെപ്റ്റ് ഇല്ല. നമ്മളിപ്പോ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമ്മൾ പറയണത് ചിലപ്പോൾ അങ്ങോട്ട് കേട്ടൊന്നും വരില്ല, ഇല്ലല്ലോ, ചില വാക്ക് വിട്ട് വിട്ടായിരിക്കും കേൾക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഫാസ്റ്റ് കണക്ഷൻ ആണ് അതിൽ വരുന്നത്. പക്ഷെ ചില ടൈമിൽ ചില വാക്കുകൾ വിട്ട് വിട്ട് പോകും, അല്ലെ ലൈവ് വീഡിയോ ആണെങ്കിലും ചില വാക്കുകൾ വിട്ട് വിട്ട് പോകും. ഓക്കെ, അവിടെ UDPയിൽ ഫ്ലാഗ് കൺസെപ്റ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് ഡാറ്റാസ് നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. ഓക്കെ, TCPയും UDPയും നമ്മുടെ ഡിഫറൻസ് മനസ്സിലായോ? TCPയിൽ ഒരു ഫ്ലാഗ് കൺസെപ്റ്റ് വരുന്നുണ്ട്, പിന്നെന്താണ്, UDPയിൽ ഫ്ലാഗ് കൺസെപ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഫാസ്റ്റ് കണക്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് ഡാറ്റാസ് അതിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. രണ്ടും കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ തന്നെയാണ്. ഓക്കെ, കണക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ് എന്ത്, TCPയും UDPയും എന്ന് പറയുന്നത്. പക്ഷെ UDPയിലാവുമ്പോൾ കുറച്ച് ഡാറ്റാസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ TCP ആൻഡ് UDPയുടെ ഡിഫറൻസും എന്താണ്, 3-വേ ഹാൻഡ് ഷേക്കും എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 3-വേ ഹാൻഡ് ഷേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ടൂള് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ്സിൻ്റെ ഇടയിൽ തന്നെ ആ ടൂളിൻ്റെ ഇത് വരുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ എന്താക്കാം, ഞാൻ ആ ടൂള് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.